18ാം ലോക്സഭയുടെ സ്പീക്കറായി BJP MP ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കറാകുന്നത്. ശബ്ദ വോട്ടോടെയാണ് സ്പീക്കറെ തെരഞ്ഞെടുത്തത്. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP-യാണ് അദ്ദേഹം. അതേസമയം അടിയന്തരാവസ്ഥ ദിനത്തെ ഓർമ്മപ്പെടുത്തി പാർലമെന്റിൽ NDA പ്രതിഷേധിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. സ്പീക്കറായി രാജസ്ഥാനിൽ കോട്ടയിൽ നിന്നുള്ള BJP MP ഓം ബിർളയെ തെരഞ്ഞെടുത്തു. ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അത് ശബ്ദ വോട്ടോടുകൂടി ലോക്സഭ പാസാക്കുകയായിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പ്രതിപക്ഷം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. സാധാരണഗതിയിൽ സമവായത്തോടു കൂടിയാണ് ലോക്സഭയിൽ നാഥനെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോക്സഭ നിയന്ത്രിക്കുന്ന സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ സമവായ നീക്കങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാതെ പ്രതിപക്ഷം കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നു. പക്ഷേ വോട്ടെടുപ്പ് ആവശ്യമില്ല എന്നുള്ളത് പ്രതിപക്ഷം തന്നെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ശബ്ദ വോട്ടോടുകൂടി സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തത്. 17ാം ലോക്സഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ച പരിചയത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ 18ാം ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനത്തേക്ക് രാജസ്ഥാനിൽ നിന്നുള്ള BJP MP ഓം ബിർള എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കഴിഞ്ഞ 17ാം ലോക്സഭയുടെ അവസാന സമയത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പുതിയ പാർലമെന്റിലെ സ്പീക്കർ കസേരയിലേക്ക് എത്തിയിരുന്നതും ഈ 17ാം ലോക്സഭയിൽ സ്പീക്കറായിരുന്ന ഓം ബിർള തന്നെയാണ്. 18ാം ലോക്സഭയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ രണ്ട് തവണകളിൽ നിന്ന്, ഒന്നാം മോദി സർക്കാരിന്റെയും രണ്ടാം മോദി സർക്കാരിന്റെയും അല്ലെങ്കിൽ 16-17 ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തവണ കോൺഗ്രസിന് 99 സീറ്റുകൾ നേടാൻ സാധിച്ചു. കൂടാതെ ഇന്ത്യ ബ്ലോക്കിന്, പ്രതിപക്ഷ മുന്നണിക്ക് 233 അംഗങ്ങളുണ്ട്. അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ അംഗബലവും വർദ്ധിച്ചിട്ടുള്ള 18ാം ലോക്സഭയിൽ സ്പീക്കറായി ഇപ്പോൾ ഓം ബിർളയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം ലോക്സഭയുടെ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മാത്രമായിരുന്നു അജണ്ട. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായതിനെ തുടർന്നാണ് ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. നാളെ രാജ്യസഭയും ആരംഭിക്കാനിരിക്കുകയാണ്. ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും. ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിൽ അത് അനുസ്മരിച്ചുകൊണ്ട് NDA MP-മാർ പാർലമെന്റിന് മുൻപിൽ പ്രതിഷേധം നടത്തി. മുൻപ് ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണത്തിൽ രാജ്യത്ത് നിലനിന്ന അടിയന്തരാവസ്ഥയുടെ കിരാത ഭരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതിനെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു NDA ബ്ലോക്കിന്റെ NDA അംഗങ്ങളുടെ പ്രതിഷേധം പാർലമെന്റിൽ നടന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.